സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ഭബ്ബടലക്ഷനും പമ്പരവിഡ്ഢിയും. ഠാവട്ടം എന്നൊരു രാജ്യം. അവിടെ ഠോ എന്നൊരു രാജാവ്. വെടിപൊട്ടിച്ചാൽ പുക പോകുന്നു എന്ന് പറയുന്ന തരക്കാരൻ. എന്നുവച്ചാൽ മഹാചെകിടൻ. അങ്ങനെയാണ് രാജാവിന് ഠോ എന്ന പേരു വീണത്. താൻ ചെവി പൊട്ടനാണ്, അതുകൊണ്ട് രാജകൊട്ടാരത്തിനുള്ളിൽ താൻ ഒഴിച്ച് മറ്റാരും നാവെടുത്തു മിണ്ടിക്കൂടാ. ആംഗ്യഭാഷയെ ഉപയോഗിക്കാവൂ. ഇതാണ് രാജകൽപ്പന. കൊട്ടാരവാസികൾ ഇത് അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു. മറ്റെല്ലാ സംഗതികളിലും ഠോ രാജാവിൻ്റെ കൊട്ടാരം മറ്റേത് രാജകൊട്ടാരവും പോലെ തന്നെ. അവിടെ മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, പണ്ഡിതന്മാർ, കവികൾ, കലാകാരന്മാർ, സേവകന്മാർ എന്നിങ്ങനെ എല്ലാ തരക്കാരും ഉണ്ടായിരുന്നു. മന്ത്രിമാർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഉപദേഷ്ടാക്കൾ ഉപദേശിക്കുന്നതും ആംഗ്യഭാഷയിലായിരുന്നു. കവികൾക്ക് കവിത എഴുതിക്കൊണ്ടുവരാം, പക്ഷേ ചൊല്ലിക്കൂടാ. ആംഗ്യഭാഷയിലെ രാജാവിനെ ധരിപ്പിക്കാവൂ. പണ്ഡിതന്മാർ വാദപ്രതിവാദങ്ങൾ നടത്തി വന്നതും കയ്യും കലാശവും കാണിച്ചായിരുന്നു. ഠോ രാജാവിൻ്റെ ആസ്ഥാന പണ്ഡിതന്മാരിൽ മുഖ്യനായിരുന്നു ഭബ്ബടലക്ഷൻ. പേര് കേട്ടാൽ തന്നെ ആരും ഞെട്ടിപ്പോകും. എന്തു ചെയ്യാം, രാജാവ് കൽപ്പിച്ചുകൊടുത്ത സ്ഥാനപ്പേരാണ്. ഒരിക്കൽ രാജാവിന് ഒരാഗ്രഹം. തൻ്റെ സദസ്സിൽ ആരാണ് ഒറ്റ ഇരിപ്പിന് കൂടുതൽ പപ്പടം തിന്നുന്നത് എന്നറിയണം. മന്ത്രി പറഞ്ഞു, ഒരു മത്സരം നടത്തിക്കളയാം. പിന്നെ താമസിച്ചില്ല. രാജാവിൻ്റെ കൽപ്പന കയ്യും കലാശവുമായി പുറപ്പെട്ടു. ഠാവട്ടം രാജ്യത്തെ പപ്പടം മുഴുവൻ രാജകൊട്ടാരത്തിലെത്തിക്കണം. രാജകൽപ്പനയല്ലേ. നിമിഷ നേരം കൊണ്ട് കൊട്ടാരത്തിലേക്ക് പപ്പടക്കുന്നുകൾ പാഞ്ഞെത്തി. കൊട്ടാരഭൃത്യർ അത് കാച്ചി കുന്നുകുന്നായി കൂട്ടി. കൊട്ടാരത്തളത്തിൽ ഒരു പപ്പട പർവ്വതം തന്നെ ഉയർന്നു. മത്സരം തുടങ്ങി. രാജസാന്നിധ്യത്തിൽ പണ്ഡിതന്മാർ പപ്പടം തീറ്റ ആരംഭിച്ചു. ഓരോരുത്തരും തിന്നുന്ന പപ്പടത്തിൻ്റെ എണ്ണം അറിയണമല്ലോ. അതിൻ്റെ കണക്കെടുക്കാൻ ഓലയും നാരായവുമായി കണക്കെഴുത്തു പിള്ളമാർ ശ്രദ്ധിച്ചു. പപ്പട മത്സരം നാഴികകൾ നീണ്ടു. ഇടയ്ക്കു വച്ചു തന്നെ പലരും തീറ്റ മതിയാക്കി. ചിലർ തൊണ്ടവരണ്ട് ബോധം കെട്ടു വീണു. 7 നാഴികയും 7 വിനാഴികയും കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രം ശേഷിച്ചു. ഏതാണ്ട് 1 ലക്ഷത്തോളം പപ്പടം തിന്ന് മറ്റെല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞു അയാൾ. ആ പണ്ഡിതന് രാജാവ് തൻ്റെ വീരശൃംഖല സമ്മാനിച്ചു. ഒപ്പം ഭബ്ബടലക്ഷൻ എന്ന ബഹുമതിയും. പപ്പടലക്ഷൻ എന്നു പറഞ്ഞാൽ കനം പോരെന്നു തോന്നിയ രാജാവ് പപ്പടത്തെ ഭബ്ബടമാക്കുകയാണ് ചെയ്തത്. അത്ര വിരുദ്ധനായ ഭബ്ബടലക്ഷന് ഒരിക്കൽ ഒരു തോൽവി പറ്റി. അതും ഒരു വിഡ്ഢിയുടെ അടുത്ത്. പപ്പട മത്സരത്തിൽ തങ്ങളെ തോൽപ്പിച്ച ഇയാളെ ഒന്ന് പറ്റിക്കണമെന്ന് മറ്റു പണ്ഡിതന്മാർ തീരുമാനിച്ചു. അവർ ആംഗ്യഭാഷയിൽ ഒരപവാദം പ്രചരിപ്പിച്ചു. ഇയാൾ അത്ര പണ്ഡിതനൊന്നുമല്ല. ഇയാളേക്കാൾ വലിയൊരു പണ്ഡിതൻ അയൽ നാട്ടിലുണ്ടെന്ന്. ഈ സംഗതി രാജാവ് അറിഞ്ഞു. ഹാ, അങ്ങനെയോ? എങ്കിൽ അയാളെ കൂട്ടിക്കൊണ്ടുവരൂ. ഭബ്ബടലക്ഷനുമായി ഒരു തർക്കസമരം നടത്തിക്കളയാം. രാജാവ് കൽപ്പിച്ചു. അസൂയാലുക്കളായ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ഒരു വിഡ്ഢിയെ കണ്ടുവച്ചിരുന്നു. അവർ ചെന്ന് ആ ബുദ്ധിശൂന്യനെ കൂട്ടിക്കൊണ്ടുപോന്നു. പോരും വഴി അയാൾക്ക് ചില നിർദ്ദേശങ്ങളും കൊടുത്തു. രാജകൊട്ടാരത്തിൽ വായ തുറന്ന് സംസാരിക്കരുത്. എതിരാളി ആംഗ്യം കാണിക്കുമ്പോൾ അങ്ങോട്ടും ആംഗ്യം കാണിച്ചാൽ മതി. വിഡ്ഢി സമ്മതിച്ചു. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു അയാൾക്ക്. എല്ലാം കഴിഞ്ഞു വരുമ്പോൾ വല്ലതും വയറ് നിറച്ച് തിന്നണം. ഓഹോ, അത് ഞങ്ങളേറ്റു. പണ്ഡിതന്മാർ സമ്മതിച്ചു. പറ്റിക്കരുത്. വിഡ്ഢി. ഹേയ്, അതൊന്നുമില്ല. പണ്ഡിതന്മാർ. വിഡ്ഢിക്ക് സമാധാനമായി. രാജസദസ് ആരംഭിച്ചു. മന്ത്രിമാർ തൊട്ട് താഴോട്ടുള്ളവരെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ നിരന്നു. ഠോ രാജാവിൻ്റെ മുന്നിൽ ഇരുവശത്തുള്ള ഇരിപ്പിടങ്ങളിൽ നേർക്കുനേരെ ഇരുന്നു വിഡ്ഢിയും ഭബ്ബടനും. തുടങ്ങാം, രാജാവ് കൽപ്പിച്ചു. വിഡ്ഢി അത് ശ്രദ്ധിച്ചില്ല. അയാൾ എന്തോ ആലോചിച്ചിരിപ്പാണ്. തിരിച്ചു ചെല്ലുമ്പോൾ വയറു നിറച്ച് വല്ലതും തിന്നാൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റിക്കുമോ എന്തോ. നിമിഷങ്ങൾ കടന്നു പോകുന്നു. ഭബ്ബടലക്ഷൻ അക്ഷമനായി. ഇയാൾ എന്താ ഒന്നും മിണ്ടാത്തത്? ചൂണ്ടുവിരൽ ഉയർത്തി ലക്ഷൻ ആംഗ്യഭാഷ പ്രയോഗിച്ചു. അതു കണ്ടപ്പോൾ വിഡ്ഢി ആദ്യമൊന്നും അടിച്ചു. പിന്നെ ഇങ്ങനെ ആലോചിച്ചു. അയാൾ ഒരു വിരലല്ലേ കാണിച്ചത്? എങ്കിൽ താൻ 2 വിരൽ കാണിച്ചു കളയാം. വിഡ്ഢി പെട്ടെന്ന് 2 വിരൽ നിവർത്തി കാണിച്ചു. ഭബ്ബടലക്ഷൻ ചിന്തിച്ചു, ഓ, ഞാൻ ചോദിച്ചത് അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു എന്നു ധരിച്ച് ജീവാത്മാവും പരമാത്മാവും എന്ന് രണ്ടുണ്ട് എന്നാണല്ലോ ഇയാൾ പറയുന്നത്. ആള് നിസ്സാരനല്ല. എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഗുണങ്ങൾ മൂന്നുണ്ടല്ലോ. അതിനെ ആശ്രയിച്ചു കഴിയുന്ന മനസ്സിന് തോന്നുന്നതല്ലേ ഈ മായയൊക്കെ. ഇങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് ഭബ്ബടലക്ഷൻ 3 വിരൽ ഉയർത്തിക്കാട്ടി. അപ്പോൾ വിഡ്ഢിയും വിട്ടില്ല. അയാൾ 4 വിരൽ കാണിച്ചു. ഓഹോ, 4 വേദങ്ങളെയാണ് ഇയാൾ സൂചിപ്പിക്കുന്നത് എന്നു കരുതി ലക്ഷൻ 5 വിരൽ നിവർത്തി കാണിച്ചു. ലക്ഷൻ ഉദ്ദേശിച്ചത് പഞ്ചഭൂതങ്ങളെയായിരുന്നു. അതു കാണേണ്ട താമസം വിഡ്ഢി 2 കൈപ്പത്തിയും ഉയർത്തി 10 വിരലും നിവർത്തി കാണിച്ചു. എന്നിട്ട് വലതുകൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് വായുവിൽ ഒരു വട്ടം വരച്ചു. എന്താണിത്? ഒന്നും മനസ്സിലാവുന്നില്ല. ആലോചിച്ചു നോക്കി, പിടികിട്ടുന്നില്ല. ഭബ്ബടലക്ഷൻ ആകെ വിയർത്തു. സദസ്സിൽ നിന്ന് ഒളിഞ്ഞുനോട്ടം, പരിഹാസച്ചിരി. ലക്ഷൻ ആകെ വിയർത്തു കുളിച്ചു. മത്സരം കഴിഞ്ഞു. ഭബ്ബടലക്ഷൻ പരാജയം സമ്മതിച്ചു. വിഡ്ഢിക്ക് വീരശൃംഖലയും ബിരുദവും കിട്ടി. ഒട്ടേറെ സമ്മാനങ്ങളും. കിട്ടിയതെല്ലാം പെറുക്കി ഭാണ്ഡം കെട്ടി വിഡ്ഢി പുറപ്പെട്ടപ്പോൾ ഭബ്ബടലക്ഷൻ പുറകെ കൂടി. കൊട്ടാരത്തിന് പുറത്തു കടന്നപ്പോൾ ഭബ്ബടലക്ഷൻ താഴ്മയോടെ ചോദിച്ചു, അവിടുന്ന് ഒന്ന് നിൽക്കണം. ആ അവസാനം പറഞ്ഞത് അടിയന് പിടികിട്ടില്ല. ഒന്നുപദേശിച്ചു തന്നാൽ ഉപകാരമാവും. വിഡ്ഢി ഒരിളിഭ്യ ചിരിയോടെ തിരിഞ്ഞു. അപ്പോ ആദ്യം പറഞ്ഞതൊക്കെ മനസ്സിലായി കാണൂലോ. എന്താ താൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഈയുള്ളവൻ ഈശ്വരൻ 1 എന്നു പറഞ്ഞു, 2 എന്ന് അവിടുന്ന് ദൈതം പറഞ്ഞു. അപ്പോ അടിയൻ ഗുണത്രയത്തിന്റെ കാര്യം എടുത്തിട്ടു. അതുകൊണ്ടാ 3 എന്ന് കാണിച്ചത്. അപ്പോ 4 വേദങ്ങളുടെ കാര്യമല്ലേ അവിടുന്ന് പറഞ്ഞത്? ഉടനെ പഞ്ചഭൂതങ്ങളുടെ കാര്യം പറയാൻ അടിയൻ 5 വിരൽ അങ്ങട്ട് കാട്ടി. അപ്പോഴാണ് അവിടുന്ന് 10 വിരലും കാണിച്ച് ഒരു വട്ടവും വരച്ചത്. അവിടെ അടിയന് പിടികിട്ടിയില്ല. അസലായി, എല്ലാം പിഴച്ചു. താൻ 1 ഗ്ലാസ് കുടിക്കാന്ന് പറഞ്ഞു. ഏത് പ്രഥമനെ എന്നാ ഞാൻ നിരീച്ചേ. അപ്പോ 2 ആകാന്ന് ഞാൻ, 3 ആകാന്ന് താനും. എങ്കി 4 ഗ്ലാസ് കുടിക്കാന്നായി ഞാൻ. താൻ 5 ആകാന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങട്ട് സഹിച്ചില്ല. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ 10 ഗ്ലാസ് കുടിക്കാന്ന് ഞാനും പറഞ്ഞു. ഇതിനിപ്പോ ഈ സമ്മാനമൊക്കെ എന്തിനാ തന്നേന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല. വിഡ്ഢിയുടെ വാക്കുകൾ കേട്ട് പാവം ഭബ്ബടലക്ഷൻ തലയിൽ കൈവച്ചിരുന്നു പോയി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.